വചനജായ 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 വചനജായ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും സ്നേഹത്തോടെ എല്ലാവർക്കും നേരുകയാണ്. ഈ ഞായറാഴ്ച നമ്മൾ ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഈശോയുടെ ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഓർക്കുന്നതും ധ്യാനിക്കുന്നതും ഈ ദിവസത്തെ കൂടുതൽ ഭംഗിയാക്കുവാൻ സഹായിക്കും. യഹൂദ പാരമ്പര്യത്തിൽ നിലവിലുള്ള ഒരു ക്രമമാണ് സ്നാപക യോഹന്നാൻ ഈ ജോർദാൻ നദിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വിശ്വാസത്തിൽ നിന്ന്, യഹൂദ വിശ്വാസത്തിൽ നിന്ന് ഒന്ന് വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാനായിട്ടുള്ള അവസരമാണ് ഈ സ്നാനം സ്വീകരിക്കുക എന്നുള്ളത്. യഹൂദ മതത്തിലേക്കുള്ള ഇനീസിയേഷൻ, അതിൻ്റെ പ്രാരംഭം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുപോലെ അത് പരിച്ഛേദനം, സർക്കംസിഷനാണ്. എന്നാൽ തെറ്റിപ്പോയവർക്ക് തിരികെ ഈ മതത്തിലേക്ക് വരുവാനായിട്ട് ലഭിക്കുന്ന ഒരു അവസരമാണ് ഈ സ്നാനം സ്വീകരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു അപമാനത്തിൻ്റെ ഒരു തലമുണ്ട്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയുന്നതിൻ്റെ ഒരു ഭാവം അവിടെയുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ പണ്ടുണ്ടായിരുന്ന ശീഷ്മയ്ക്കൊക്കെ പരിഹാരമായിട്ട് നൽകിയിരുന്ന കത്തിച്ച തിരിയുമായിട്ട് ഞായറാഴ്ച കുർബാനയിൽ ജനക്കൂട്ടത്തിൻ്റെ മധ്യം നിന്ന് പങ്കെടുക്കുക എന്നൊക്കെ പറയുന്ന ശിക്ഷ നൽകിയിരുന്ന ആ ഒരു തിരിച്ചെടുപ്പിൻ്റെ ഒരു സുവിശേഷം ഉണ്ടെങ്കിലും അപമാനത്തിൻ്റെ ഒരു ഭാഗം കൂടെ അതിൻ്റെ അകത്ത് തികച്ചും നമുക്ക് വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ എൻ്റെ സ്നാനം എന്ന് പറയുന്നത് യഹൂദർക്ക് അത്രയ്ക്ക് ഒരു പുതിയ ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ അതിലുണ്ടായിരുന്ന ഒരു അപമാനത്തിൻ്റെ ഭാഗം എടുത്തു മാറ്റിയിട്ട് സ്നാപക യോഹന്നാൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാവർക്കും ആവശ്യമാണെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. തെറ്റിപ്പോയവരാണ് എല്ലാവരും, വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ളവരാണ് സകല മനുഷ്യരെയും. തൻ്റെ അടുത്തേക്ക് വരുന്ന സകല മനുഷ്യരെയും നോക്കി യോഹന്നാൻ വിളിക്കുന്നുണ്ട്, അണല് സന്തതികളാണ് നിങ്ങൾ എത്ര നാള് ഇങ്ങനെ ദൈവത്തിന് അകന്നു നിൽക്കും? എല്ലാവരും തിരിച്ചു വരണം. എല്ലാവർക്കും ദൈവത്തിലേക്കുള്ളൊരു തിരിച്ചുവരവ് അനിവാര്യമാണെന്ന് സ്നാപക യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ തീഷ്ണതയോടുകൂടെ കടന്നു വന്നിട്ട് വളഞ്ഞ വഴികളൊക്കെ നേരെയാക്കുവാനും കുന്നും മലകളൊക്കെ ഇടിച്ചു നികത്താനും പരുപരുത്തതൊക്കെ പതുപതുത്തതാക്കുവാനും ഒക്കെ സ്നാപക യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും, സകല മനുഷ്യർക്കും ഈ ഒരു സ്നാനം ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു തരത്തിലും ഇങ്ങനെയൊരു സ്നാനം ആവശ്യമില്ലാത്ത ഈശോ ഇവിടേക്ക് നടന്നു വരുന്നത്. കർത്താവിനെ കുറിച്ച് തന്നെയാണ് സ്നാപക യോഹന്നാൻ ഈ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ സുവിശേഷത്തിൽ നമുക്കാകെ മിസ്സാകുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളിൽ സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനാകുന്ന ഭാഗം കൂടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ തൻ്റെ പിന്നാലെ വരുന്നവൻ്റെ മഹത്വത്തെക്കുറിച്ച് സ്നാപക യോഹന്നാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. തന്നെ കാണാനും കേൾക്കാനും തന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാനും വന്നിട്ടുള്ള ജനങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് സ്നാനം സ്വീകരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ രക്ഷകന് വേണ്ടി വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്നാനം ആവശ്യമില്ലാത്ത ഈശോ സ്നാപക യോഹന്നാൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്, ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്, നീ എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ്. ഇതിനു വേണ്ടിയാണ് ഈശോ ഈ സ്നാനം സ്വീകരിക്കാനായിട്ട് കടന്നു വന്നിട്ടുള്ളത്. തീരെ ആവശ്യമില്ലാത്ത ഈ ഒരു സ്നാനം ഈശോ എളിമയോടുകൂടെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ കന്യകയിലൂടെ നമ്മുടെ മനുഷ്യപ്രകൃതി സ്വീകരിച്ച ഈശോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുന്നതിനു വേണ്ടി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ കൃത്യമായി സഹനദാസനെ വ്യക്തമാക്കി പഠിപ്പിച്ചു തരുമ്പോൾ പ്രവാചകൻ പറഞ്ഞു തരുന്നത് പോലെ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേൽക്കാൻ അവൻ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നമുക്കാവശ്യമായ സ്നാനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ എളിയ മനുഷ്യപ്രകൃതിയിലേക്ക്, നമ്മുടെ പാപാവസ്ഥകളിലേക്ക്, നമ്മുടെ ബലഹീനതകളിലേക്ക് രക്ഷകൻ ദൈവം സ്വയം ചുരുങ്ങുന്നതിൻ്റെ പ്രകടമായിട്ടുള്ള അടയാളമാണ് നമ്മളിവിടെ വായിച്ചെടുക്കുക. ഈ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട ഒരു ദിവസം കൂടെയാണ് ഈ ജ്ഞാനസ്നാന തിരുനാൾ. എന്തിനു വേണ്ടിയാണ് ക്രൈസ്തവർ കുട്ടികൾക്ക് സ്നാനം നൽകിക്കൊണ്ടിരിക്കുക? തിരിച്ചറിവില്ലാത്ത കുട്ടികൾക്ക്,
ബോധമില്ലാത്ത കുട്ടികൾക്ക് എന്തിനാണ് ക്രൈസ്തവർ സ്നാനം നൽകിക്കൊണ്ടിരിക്കുക? ഉത്തരം വളരെ വ്യക്തമാണ്. പൗലോസ് അപ്പോസ്തലൻ എന്ന് തിമോത്തിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്, സകല മനുഷ്യർക്കും വേണ്ടി രക്ഷ ഒരുക്കി വെച്ചിട്ടുള്ള കർത്താവ്. ഈശോ തന്നെ അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ സകല ജനതകളുടെയും അടുക്കലേക്ക് ചെന്ന് അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക. ഈശോയുടെ രക്ഷ എന്ന് പറയുന്നത് സകല ജനതകൾക്കും വേണ്ടിയുള്ളതാണ്. ബോധമുള്ളവർക്കും ബോധമില്ലാത്തവർക്കും ഒക്കെ ഉള്ളതാണ്. കുട്ടികൾക്ക് വേണ്ടി കൂടെ ഈശോ ഒരുക്കി വെച്ചിട്ടുള്ള ഈ രക്ഷ ഒരു തരത്തിലും തടയാൻ മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും അവകാശമില്ല എന്ന് തിരിച്ചറിയാനും അത് പഠിപ്പിക്കാനും ഒക്കെയുള്ള ഒരു ദിവസമാണ് ഈ ജ്ഞാനസ്നാന തിരുനാൾ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് 22/11/1988 നവംബർ മാസം 22, 1988 ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച ദിവസമാണ്. നമ്മുടെയൊക്കെ ജ്ഞാനസ്നാനത്തിൻ്റെ ദിനമൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ജനന തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, നമ്മുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ ജ്ഞാനസ്നാനം നടന്ന ദിനം അതൊന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. കാരണം അന്നാണ് നിങ്ങളെ സ്വർഗം അടയാളപ്പെടുത്തിയത്. നീ എൻ്റെ പ്രിയപ്പെട്ട മകനാണ്, പ്രിയപ്പെട്ട മകളാണ് എന്ന് പറഞ്ഞു. അന്നാണ് നിന്റെ മേലേക്ക് ഈശോയുടെ മേൽ വന്നതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായത്. അന്നാണ് ഉത്ഭവപാപത്തിൽ നിന്ന് മോചിപ്പിച്ച് തൻ്റെ മകനും മകളുമാക്കി കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും മാറ്റിയത്. ആ ദിവസത്തിൻ്റെ ഓർമ്മ ഏറ്റവും ഉപരിയായി തിരുസഭയിൽ അംഗമായി തീർന്ന ദിനമാണെന്ന്. തിരുസഭയിൽ ഈശോയുടെ ആത്മാവിൽ പുതുതായി ജനിച്ച ദിനമാണ് ഈ ജ്ഞാനസ്നാനം സ്വീകരിച്ച ദിവസം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഓർത്തിരിക്കേണ്ട ഒരു ദിനമാണ്, മറന്നു പോകാതെ സൂക്ഷിച്ചു വയ്ക്കേണ്ട ഒരു ദിനമാണ്. നമ്മളൊക്കെ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള, നമ്മുടെയൊക്കെ മാമോദീസ നടന്നിട്ടുള്ള ആ ഒരു ദിവസം. മൂന്നാമതായിട്ട് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യം, ഉത്തരവാദിത്വം നമ്മളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്താനായിട്ട്, കുഞ്ഞുങ്ങളെ ക്രൈസ്തവ സഭയിൽ അംഗങ്ങളാക്കാനായിട്ട്, കുഞ്ഞുങ്ങളിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കാനായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് മാതാപിതാക്കളാണ്, ജ്ഞാനസ്നാന മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെയും ജ്ഞാനസ്നാന മാതാപിതാക്കളുടെയും സ്ഥാനത്തുള്ള അവരുടെ ഈ ഒരു ജ്ഞാനസ്നാന കർമ്മത്തിൽ പങ്കെടുത്തിട്ടുള്ള സകല ബന്ധുമിത്രാദികളുടെയും ഉത്തരവാദിത്വമാണ്. കുഞ്ഞുങ്ങൾക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ ആദ്യം ഈശോയെ അനുഭവിക്കുന്നവരായിട്ട് മാറേണ്ട ദിനമാണ് ഈ ഒരു ദിവസം നമ്മുടെയൊക്കെ മുൻപിലേക്ക് വെച്ചിട്ടുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. നാലാമതായിട്ട് പ്രിയപ്പെട്ടവരെ, വെള്ളത്തിലൂടെയാണ് കർത്താവ് നമ്മളെ തിരിച്ചെടുക്കുക. വെള്ളത്തിലൂടെയാണ് തമ്പുരാൻ നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അവിടുത്തെ സ്നേഹത്തിലേക്ക് തിരികെ ജനിപ്പിക്കുന്നത്. വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ജീവൻ നൽകുന്നതാണ്, വൃത്തിയാക്കുന്നതാണ്. അതോടൊപ്പം കർത്താവ് ശിക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതും ഇതേ ജലത്തെ തന്നെയാണ്. സകലത്തെയും കഴുകി വൃത്തിയാക്കുന്നതിനു വേണ്ടി, സകല മാലിന്യങ്ങളെയും ഇല്ലാതാക്കുന്നതിനു വേണ്ടി, ശിക്ഷയ്ക്ക് വേണ്ടി കൂടെ, ജീവൻ എടുക്കുന്നതിനു വേണ്ടി കൂടെ കർത്താവ് തിരഞ്ഞെടുത്തത് ഈ ജലത്തെയാണ്. സൃഷ്ടിയുടെ ആദ്യ രൂപത്തിൽ ജലമാണ് ഉണ്ടായിരുന്നത്. ജലത്തിൻ്റെ മുകളിലൂടെയാണ് ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നത്. അത് ജീവൻ നൽകുന്നതാണ്, ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവാകുന്ന ഈ ഒരു ചൈതന്യത്തിലൂടെ സൃഷ്ടിയുടെ ആദ്യ കർമ്മം കർത്താവ് ആരംഭിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ജ്ഞാനസ്നാനത്തിലൂടെ കർത്താവ് ജീവൻ്റെ ആദ്യ നാമ്പുകൾ ഉടലെടുപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈ ജലം എന്ന് പറയുന്നത് വിശുദ്ധീകരിക്കുന്നതാണ്, മാലിന്യങ്ങളൊക്കെ കഴുകിക്കളയുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള മാലിന്യങ്ങളെ കഴുകിക്കളയാനായിട്ട് ഈശോയുടെ ഈ ഒരു ജ്ഞാനസ്നാനത്തിലൂടെ നമ്മുടെയൊക്കെ മേൽ വീണിട്ടുള്ള ജലം അതിനൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. മൂന്നാമതായിട്ട് ശിക്ഷിക്കുന്നതിനു വേണ്ടി കൂടെ ദൈവം തിരഞ്ഞെടുത്തത്, ജീവൻ നശിപ്പിക്കുന്നതിന് വേണ്ടി കൂടെ ദൈവം തിരഞ്ഞെടുത്തത് ഈ ജലത്തെയാണ്. ജലത്തിന് അങ്ങനെ ഒരു ഭാവം കൂടെയുണ്ട്. വിശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ, ജീവനെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ, അതേ മാർഗത്തിലൂടെ തന്നെ ജീവൻ നഷ്ടപ്പെടുവാനായിട്ടുള്ള ഒരു കാരണം കൂടെ നമ്മുടെയൊക്കെ മുൻപിലേക്ക് ഒരു ചലഞ്ചായിട്ട് നീണ്ടു നിവർന്ന് നിൽക്കുന്നുണ്ട്. ഇന്ന് ഈ ഒരു തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനസ്നാന തിരുനാൾ നമ്മുടെയൊക്കെ മുൻപിലേക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. സഭയിൽ ഇങ്ങനെ ഒരു പാരമ്പര്യം കൂടി ഉണ്ടായിരുന്നു. ജ്ഞാനസ്നാന തിരുനാളുകൾ നടക്കുമ്പോൾ കത്തിച്ച തിരികളുമായി പ്രദക്ഷിണമായിട്ടാണ് ആളുകൾ ബലിക്ക് വേണ്ടിയിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്, അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഈ കത്തിച്ച തിരികളുമായി ഈശോയാകുന്ന പ്രകാശത്തെ കയ്യിലേന്തിക്കൊണ്ട് ദേവാലയത്തിലേക്ക് വന്ന് കർത്താവിൻ്റെ ബലി നമ്മൾ ഒരുമിച്ചർപ്പിക്കുമ്പോൾ
ഈ തിരി അന്ന് ഞാൻ സ്നാന മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ട് പുരോഹിതൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ദീപം പൊലിയാതെ നിങ്ങളെന്നും കാത്തു സൂക്ഷിക്കുക. നമ്മൾ കത്തിച്ചു പിടിച്ചിട്ടുള്ള തിരികൾ പൊലിയാതെ, വിശ്വാസത്തിൻ്റെ നാളമണയാതെ ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഈ ഒരു ദിനം നമ്മെല്ലാവരെയും പ്രത്യേകമായിട്ട് പ്രേരിപ്പിക്കുകയും ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു തരത്തിലും ജ്ഞാനസ്നാനം ആവശ്യമില്ലാത്ത ഈശോ സ്നാനം സ്വീകരിച്ചത് നമ്മുടെ ബലഹീനതകളെ ഏറ്റെടുക്കാനാണ്, നമ്മുടെ കുറവുകളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതിനാണ്, നമ്മുടെ കുറവുകളിലേക്ക് സ്വയം ചെറുതാകുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മോട് കർത്താവിൻ്റെ വചനം പറഞ്ഞു തരുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ ബലഹീനതകളെ അറിയുന്ന ഒരു പ്രധാന പുരോഹിതനാണ്. നമ്മുടെ ബലഹീനതകളെക്കുറിച്ച്, നമ്മുടെ കുറവുകളെക്കുറിച്ച്, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മളോട് സഹതപിക്കാൻ കഴിയാത്ത പ്രധാന പുരോഹിതനല്ല, എല്ലാം അറിയുന്ന, എല്ലാത്തിലും നമ്മളോട് സമനായിട്ടുള്ള ഒരു പ്രധാന പുരോഹിതനായിട്ടാണ് ഈശോ നമ്മുടെ എല്ലാവരുടെയും മുൻപിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയെ അറിയാനും അനുഭവിക്കാനും സ്നേഹിക്കാനും എല്ലാറ്റിനും ഉപരിയായി ഈ ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ അംഗമാകുന്നതിനും ഈ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് കൃപ നൽകിയ, ഭാഗ്യം നൽകിയ സർവശക്തനായ ദൈവം ഈ ദീപം ഒരിക്കലും പൊലിയാതെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹവും സമാധാനവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനജായ 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 വചനജായ